2024 2025 ഇവിടെ നിന്നിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവശ്യക്കുറവായി. കാരണം എന്താ, ഒരുവിധം കമ്പനികളൊക്കെ സ്വന്തം ഇൻഹൗസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ ബിൽഡ് ചെയ്ത് തുടങ്ങി. അധിക സമയത്ത് സംഭവിച്ചാൽ ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റോ ഒരു SEO സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. നമ്മളെ കമ്പനിയിലൊക്കെ ഈ പൊസിഷൻ ഗ്രാഫിക് ഡിസൈനർ, PPC സ്പെഷ്യലിസ്റ്റ്, SEO സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ എക്സ്പെർട്ട്, കോണ്ടന്റ് റൈറ്റർ, ക്വാളിറ്റി അനലിസ്റ്റ്, അവർക്ക് ലീഡും ഉണ്ടാവും. 6-7 ടീം ഉണ്ടാവും. ഈ കമ്പനികൾ ഇൻഹൗസ് എടുക്കുമ്പോൾ മിക്കവാറും 1-2 ആളുകൾ എടുക്കുമ്പോൾ അവനോട് എല്ലാം ചെയ്യാൻ പറയും. PPC ചെയ്യാൻ പറയും. അവന് PPC അറിയണമെന്നില്ല. അവന് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി അറിയില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയില്ല, SEO സ്ട്രാറ്റജി അറിയില്ല. അപ്പൊ അവൻ പഠിച്ച കാര്യങ്ങൾ അവനോട് ചെയ്യും. റിസൾട്ട് കിട്ടുമോ? കിട്ടിക്കൊള്ളുന്നില്ല. എന്റർപ്രണർക്ക് ആ കമ്പനി മുതലാളിക്ക് ഒരു സമാധാനമായിരിക്കും. അയാളെടുത്ത് ഒരാളുണ്ടല്ലോ, അയാളെ കൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് കൊടുക്കും. ഡിസൈനർ ആയിരിക്കില്ല. ക്യാൻവ പോലത്തെ ടൂളുകളുണ്ട്. കണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടാണ് ബാനർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ചാനൽ ചൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടാണോ, ഫേസ്ബുക്ക് ആഡ് ആണോ ഇവിടെ ബെസ്റ്റ്, അതല്ലെങ്കിൽ എന്റെ ബിസിനസ്സിൽ ഗൂഗിൾ ആഡ് ആയിരിക്കും ചിലപ്പോൾ ബെസ്റ്റ്. അത് തിരിച്ചറിയാനുള്ള കഴിവനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്പനി ഈ റിസോഴ്സിനെ കൊണ്ട് ഫെയിൽ ആയി. SEO റിസൾട്ട് ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയ എവിടെ എത്തിണ്ടാവില്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും, അവന് പ്രോപ്പറായി പേടി ചെയ്യാൻ അറിഞ്ഞോണമെന്നില്ല. ആ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റർ ഓപ്പർച്യൂണിറ്റികളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലാണ്. അവിടെയാണ് നമ്മുടെയൊക്കെ പ്രാധാന്യം. അപ്പോൾ ഒരു ബിസിനസ്സിൽ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റോ 1-2 ആളുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. Do you have in-house digital marketing team? Must have a digital marketing strategist. Call now for free consultation.